കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ന്യൂറോ സർജനുമായ ഡോക്ടർ എം രാധാകൃഷ്ണനാണ്. ഡോക്ടർ, എല്ലാ രോഗങ്ങൾക്കും ഇപ്പോൾ വ്യക്തമായ നൂതന ചികിത്സകളൊക്കെ ലഭ്യമാണ്. ഫിക്സിന് നമുക്കിപ്പോൾ എന്തൊക്കെ ചികിത്സകളാണ് ലഭ്യമായിട്ടുള്ളത്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഫിക്സ് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് ചികിത്സ വരുന്നത്. ഇപ്പം അപസ്മാര രോഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ സ്റ്റേ, അതായത് സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് മരുന്നുകൾ തന്നെയാണ്. അത് പല തരത്തിലുള്ള മരുന്നുകളുണ്ട്. ശക്തി കുറഞ്ഞ മരുന്നുകളുണ്ട്, ശക്തി കൂടിയ മരുന്നുകളുണ്ട്. അപ്പോൾ ആ മരുന്നുകളുടെ ഒരു എണ്ണവും എത്രത്തോളം ഡോസ് കൊടുക്കണം എന്നുള്ളതൊക്കെ ഈ അപസ്മാര രോഗത്തിൻ്റെ ശക്തിയെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു അപസ്മാര രോഗം ഒരു 80% പേർക്കും നമുക്ക് മരുന്നുകളിലൂടെ കൃത്യമായിട്ട് മരുന്നുകൾ കഴിച്ച് കൺട്രോളാക്കാൻ പറ്റും. കൺട്രോളാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആദ്യം മരുന്നുകൾ കൃത്യമായി കഴിക്കുക. കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അപസ്മാര രോഗം ഇല്ലാതെ ഒരു 1-2 വർഷം, ഫിക്സ് ഇല്ലാതെ 1-2 വർഷം കിട്ടുന്നവരെ, 2 വർഷമാണ് നമ്മൾ സാധാരണ പറയാം. പക്ഷെ കുട്ടികളിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഒരു വർഷത്തിലൊക്കെ നമ്മൾ അത് എഗെയിൻ ഏത് ശക്തി കുറഞ്ഞ അപസ്മാരമാണോ ശക്തി കൂടിയ അപസ്മാരം എന്നുള്ളതനുസരിച്ചിട്ട് നേരത്തെ തന്നെ ചില കേസുകളിൽ നമ്മൾ നിർത്താറുണ്ട്. പക്ഷെ ജനറലി വല്ല ആൾക്കാരിലും കുട്ടികളിലും ഒരു 2 വർഷം അസുഖമില്ലാതെ കിട്ടുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഫിക്സ് മാറി അല്ലെങ്കിൽ ഫിക്സ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അതിനുശേഷമേ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഒരു 50% ആൾക്കാർക്ക് നമ്മൾ ഇത്തരം മരുന്നുകളെ അസുഖത്തിനെ നിയന്ത്രണാധീനമാക്കുക, അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായി മാറുക എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഒരു 20% കേസുകളിൽ അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ടൈപ്പ് അപസ്മാരമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ശക്തി കൂടിയ അപസ്മാരങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികൾ കാണുന്ന അപസ്മാരങ്ങളിൽ ഈ ഒരു 20% ആൾക്കാർക്ക് നമ്മൾ മരുന്ന് കൊടുത്താലും ആ ഒരു കൺട്രോള്, നമ്മൾ ഉദ്ദേശിക്കുന്ന കൺട്രോൾ കിട്ടില്ല. അവർക്ക് പിന്നെയും അപസ്മാരം വന്നുകൊണ്ടിരിക്കും. അത്തരം സ്റ്റേജുകളിൽ നമുക്കിപ്പം ചികിത്സിക്കാൻ പറ്റുന്ന ഒരു 2-3 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഒരു ശസ്ത്രക്രിയ, സർജറി പോലെ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് അറിയാം ഇത് ഇന്ന ഒരു കാരണം കൊണ്ടാണ് വന്നിരിക്കുന്നത്, ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് വളരെ കൃത്യമായിട്ട് അവിടുന്ന് തന്നെയാണ് ഇത് വരുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ പരിശോധനകളിലൂടെ. അതിനുവേണ്ടി ഒരു MRI, പിന്നെ വേറെ പല ടെസ്റ്റുകളുണ്ട്, EG എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്. അങ്ങനെ പല ടെസ്റ്റുകളിലൂടെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഭാഗത്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു സർജറി ചെയ്തിട്ട് ഒരു പൂർണ്ണമായ ക്യൂറിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ നമുക്കിപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്തരം സെൻറ്റേഴ്സ് കേരളത്തിൽ തന്നെ ഒരു 2-3 ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 വർഷം മരുന്ന് കഴിച്ചിട്ട് ഒരു കൺട്രോളിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇത്തരം ഒരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു മെസ്സേജാണ് ഞാനൊരു ഇതിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് ഫിക്സ് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ, മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഒരു സർജറിക്കൽ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ വേറൊരു തരത്തിലുള്ള ചികിത്സ എന്ന് പറയുന്നത് ചില പ്രത്യേകതരം അപസ്മാരങ്ങൾക്ക് പ്രത്യേകിച്ചും വളരെ ഫലപ്രദമായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഭക്ഷണക്രമത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിന് കീറ്റോജനിക് ഡയറ്റ് എന്നാണ് പറയാം. അപ്പോൾ കീറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേട്ട് കാണും, ഇപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ഡയറ്റാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നന്നായി കുറച്ച് അതിനകത്ത് ഫാറ്റ് കൂട്ടിയിട്ടുള്ള ഒരു ഡയറ്റിനെ നമ്മൾ ഫിക്സിനെ കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ ബ്രെയിനിനകത്ത് ഒരു എഫക്റ്റ് ഉണ്ട്. അതിൻ്റെ ബ്രെയിനിൻ്റെ മൊത്തം ഒരു എക്സൈറ്റബിലിറ്റി പ്രവർത്തനത്തിനെ മാറ്റാൻ അതിന് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചില പ്രത്യേക ടൈപ്പ് അപസ്മാരങ്ങൾക്ക് പറ്റും. അതും നമുക്കിപ്പം ഈ സംസ്ഥാനത്ത് തന്നെ അവൈലബിൾ ആണ്, പല സെൻറ്ററിലും അവൈലബിൾ ആണ്. ഡോക്ടർ, ഇപ്പം നേരത്തെ ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് ഈ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്നാണോ ഇത് കുട്ടിയിലേക്ക് ഉണ്ടാകുന്നത്? അല്ല, ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ കാണുന്ന ഒരുപാട് അസുഖങ്ങൾ, കുട്ടികൾ കാണുന്ന വളർച്ചക്കുറവ്, അല്ലെങ്കിൽ ബുദ്ധിപരമായ വികാസക്കുറവ്, സംസാരത്തിനുള്ള ശേഷിക്കുറവ്, ഈവൻ അപസ്മാരങ്ങൾ, ഇതെല്ലാം ബ്രെയിനിന് വരുന്ന, മസ്തിഷ്കത്തിന് വരുന്ന ഒരു ടൈപ്പ് ക്ഷതങ്ങളാണ്. അതായത് ഇഞ്ചുറി ടു ദ ബ്രെയിൻ. അത് ഏത് പ്രായത്തിൽ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നേരത്തെ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഒരു ഹെഡ് ഇഞ്ചുറി ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഈ പ്രായത്തിൽ വന്നാലും നമുക്കിതെല്ലാം നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം താഴോട്ട് പോകും, ഒരു മേജർ ഹെഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഇപ്പോൾ കുട്ടി ഗർഭത്തിലിരിക്കുമ്പോൾ അമ്മയുടെ ആ സിസ്റ്റത്തിൽ നിന്നാണ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഒരു കാര്യമായിട്ടുള്ള ഒരു ക്ഷതം എന്തെങ്കിലും കാരണവശാൽ വരിക, അത് ഗർഭപാത്രത്തിനാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന ഒരു വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ പ്ലാസൻ്റയിൽ വരുന്ന വല്ല വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അമ്മയ്ക്ക് വരിക, പ്രത്യേകിച്ച് ചില
പ്രത്യേക ഇൻഫെക്ഷനുകളുണ്ട്. ഇപ്പൊ റൂബെല്ല വാക്സിനേഷനെ പറ്റി കേട്ട് കാണും. ഈ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനേഷൻ ആണ് റൂബെല്ല വാക്സിനേഷൻ. അപ്പൊ അത് ഈ അഡോളസെന്റ് ഏജിൽ നമ്മൾ കൊടുക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം അത് അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ, ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ വൈറസ് കുട്ടിയെ വളരെ മോശമായി ബാധിക്കാം. അത് കുട്ടിയെ നേരെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് വൈറസാണ്. അപ്പൊ ഗർഭാവസ്ഥയിൽ വരുന്ന അത്തരം ഇൻഫെക്ഷൻസ്, ഇപ്പം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആ സമയത്ത് വരുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ, അതായത് അമ്മയുടെ ശരീരത്തിനകത്ത് വരുന്ന പല മാറ്റങ്ങളും കുട്ടിയെ മോശമായി ബാധിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെലിവറി സമയത്ത് വരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി കൂടുതലും നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു 40 വീക്സിൽ ഡെലിവറി ചെയ്യുന്നതിന് പകരം 35 ആഴ്ചയിലോ 28 ആഴ്ചയിലോ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് കാരണം, നിയോനറ്റോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് കാരണം നമുക്ക് അത്തരം കുട്ടികളെ സേവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അത്തരം സേവ് ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു അവരുടെ ബ്രെയിനിന്റെ ഒരു പ്രവർത്തനത്തിൽ ചെറിയ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാവർക്കും വരുന്നല്ല, പക്ഷെ ഒരു സാധ്യത കൂടുതലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മേജർ ഇൻസൾട്ടിലൂടെ കടന്നുപോയ ഒരു കുട്ടിയായതുകൊണ്ടാണ്. Health Tips Malayalam of Zakaria Kasim. To join WhatsApp group, dial 917736743113.